ഞങ്ങൾക്ക് വാക്കുകൾ പോലും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അത്രമേൽ ആഴത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു ജയേട്ടനുമായി. താങ്കൾ അത് പറഞ്ഞു. ഈ ഒരു സമയത്ത് എങ്ങനെ ഓർക്കുന്നു എന്ന് ചോദിക്കുന്നില്ല. ഒരു പക്ഷേ ആ താങ്കളുടെ ഓർമ്മകൾ അറിയാനായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ജയേട്ടൻ്റെ പാട്ടുകൾ പാടിയാണ് ഞാൻ സ്കൂളിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ പാടുന്നതൊക്കെ ജയേട്ടൻ്റെ പാട്ടുകളായിരുന്നു. അതെങ്ങനെയാണെന്നറിയില്ല, അങ്ങനെയാണ് ഉണ്ടായത്. സന്ധ്യക്കെന്തിന് സിന്ദൂരമായാലും ഹർഷബാഷ്പം തൂകി കരിമുകിൽ കാട്ടിലെ ഇതൊക്കെയാണ് അന്നത്തെ മത്സരങ്ങൾക്ക് ഞാൻ പാടിയിരുന്നത്. പിന്നീട് മദ്രാസിലെത്തി ഞാൻ പഠിക്കാൻ ചെന്നൈയിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന സമയത്തും പാടാൻ തുടങ്ങിയ സമയത്തും ഒക്കെ ജയേട്ടനുമായിട്ട് പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യം കിട്ടി. അത് വളരെ കാലം, ഈ അടുത്ത കാലം വരെ കുറച്ചു കാലമായിട്ട് ജയേട്ടന് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ വിളിക്കാറില്ലായിരുന്നു. കാരണം വിളിക്കാൻ നമുക്കറിയായിരുന്നു, ന്യൂസുകളൊക്കെ അറിയാറുണ്ടായിരുന്നു സുഖമില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ വിളിക്കാൻ മടിച്ചിട്ടാണ്. ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. ആ ജയേട്ടനാണ്, എന്താ തൻ്റെ കോളൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ തൻ്റെ അടുത്ത് താൻ വിളിക്കുന്നത് ശല്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാനൊരു ചേട്ടനെ ശല്യപ്പെടുത്തണ്ടെന്ന് ചോദിച്ച് വിളിക്കാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പഴയ പാട്ടുകളുടെ കാര്യത്തിലേക്കൊക്കെ പോയി. അതാണ് ജയേട്ടനുമായിട്ട് എപ്പോഴുള്ള ചർച്ചകൾ. ഫോൺ വിളിക്കുകയാണെങ്കിലും ഈ കുറച്ച് മുമ്പ് രവി മേനോൻ പറഞ്ഞ പോലെ തന്നെ മുഹമ്മദ് റാഫിയും സുശീലാമ്മയും അങ്ങനത്തെ നല്ല നല്ല പാട്ടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ജയേട്ടൻ എപ്പോഴും സംസാരിക്കുക. ജയേട്ടൻ്റെ പാട്ടുകളെക്കുറിച്ച് ഒരിക്കലും പറയാറില്ല. ജയേട്ടൻ്റെ പാട്ടുകളെക്കുറിച്ച് ജയേട്ടൻ്റെ ആരാധകരായിട്ടുള്ള നമ്മളെപ്പോലുള്ളവരാണ് പറയാറുള്ളത്. പക്ഷെ അതിനല്ല പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. പുള്ളി എപ്പോഴും റഫീ സാബിൻ്റെയും സുശീലാമ്മയുടെയും പിന്നെ എന്തിനാ പഴയ തമിഴ് പാട്ടുകളെ പറ്റിയിട്ടും മലയാളത്തിലെയും ഏത് പാട്ടിനെക്കുറിച്ചും പഴയ പാട്ടുകളുടെ കാര്യങ്ങളും ഒക്കെ എനിക്ക് പല വിവരങ്ങളും കിട്ടിയിട്ടുള്ളത് ജയേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവിലൂടെയായിരുന്നു. അതൊക്കെ പോയി നമ്മുടെ ആ ഒരു ജനറേഷനിലെ ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊന്നും ഒരു അന്തം കിട്ടുന്നില്ല എന്ന് പറയില്ലേ. കാരണം നമ്മളൊക്കെ ജനിച്ചു വീണ പോലെ കേട്ടിട്ടുള്ള ശബ്ദങ്ങളാണ്. ദാസേട്ടൻ, ജയേട്ടൻ, സുശീലാമ്മ, ജാനകിയമ്മ, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ലീല ചേച്ചി പോയി, നമ്മളെ വിട്ടുപോയി, ഉദയഭാനുചേട്ടൻ പോയി, കമുകറ സാറ് പോയി, അങ്ങനെ പി ശ്രീനിവാസ്, അങ്ങനെ ഇവൻ വാണിയമ്മ, എൻ്റെയൊക്കെ കൂടെ ഞാനൊക്കെ കൂടെ പാടിയിട്ടുള്ള വാണിയമ്മ പോയി. നമ്മുടെയൊക്കെ ഞങ്ങളെ കണ്ട് ആ വളർച്ച കാണുകയല്ല, അവരൊക്കെ വലിയ ആളായതിനു ശേഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിലും വളരെ അടുപ്പം ഉണ്ടായിരുന്ന ആൾക്കാരിങ്ങനെ പോകുമ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നത്, ഞങ്ങളുടെ നാട്ടിലെ നിലമ്പൂർ ഒരു കുറച്ച് കാലം മുമ്പ്, ഒരു 5-6 കൊല്ലം മുമ്പെയാണ് തോന്നുന്നു, ജയേട്ടൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയമായിരുന്നു. ഞാനാണ് സ്വാഗതം പറഞ്ഞത് സ്റ്റേജിൽ. എന്നിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റേജിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ജയേട്ടൻ്റെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അനുരാഗ ഗാനം പോലെ അന്ന് അതിമനോഹരമായിട്ടാണ് ജയേട്ടൻ പാടിയത്. അപ്പോൾ അതിനുശേഷം സ്റ്റേജിൽ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ കരഞ്ഞു പോയി. ജയേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ ശബ്ദമൊക്കെ ഇനി പോയി കഴിഞ്ഞ് നിങ്ങളൊക്കെ ഈ ലോകം വിട്ട് പോയി കഴിയുന്ന ഒരു കാലത്തിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. ഇപ്പോഴും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രവി അപ്പുറത്തിരിക്കുന്നുണ്ടെന്നാണ് ഞാനൊരു വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രവിയോട് ഒരു കാര്യം പറയാനുള്ളത്, ഞാനും കൃഷ്ണേന്ദ്രനും ജയേട്ടനെ കാണാൻ തൃശ്ശൂർക്ക്, അതെ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോവാൻ തീരുമാനിച്ചതാണ്. ഡിസംബറിൽ എപ്പോഴെങ്കിലും പോകണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. അതിന്റെ ഭാഗ്യം ഉണ്ടായില്ല.